കാല് പൊളിഞ്ഞ് കിടപ്പിലായ അനിയത്തിയെ കുളിമുറിയിലേക്ക് താങ്ങിയെടുക്കുന്ന നേരത്താണ് ടൂറ് പോകാൻ 1000 രൂപ വേണമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചത്. മറുപടി എന്നോണം അടുപ്പത്തിരിക്കുന്ന ചൂടുവെള്ളമെടുത്തു കൊണ്ടുവരാൻ അമ്മ പറഞ്ഞു. ഞാൻ അനുസരിച്ചു. ആ സാഹചര്യത്തിൽ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമായിരുന്നു. ഈ വർഷത്തെ ടൂറിൽ വീഗാലാൻഡുമുണ്ട്. അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇരുത്തമുറക്കുന്നില്ല. അന്നേ ദിവസം ബാഗുമായി ബസ്സിൽ കയറുന്നത് വരെ ഇനി ഉറക്കവും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നി. ആകാംക്ഷയുടെ കൗമാരത്തിലായിരുന്നല്ലോ അന്നെൻ്റെ പ്രായം. അമ്മേ, 1000 രൂപ, അച്ഛൻ വരട്ടടാ എന്ന് പറഞ്ഞ് അമ്മ കുളിമുറിയുടെ കതകടച്ചു. അച്ഛനും കൂടി സമ്മതിക്കാതിരുന്നാൽ എന്തു ചെയ്യുമെന്നോർത്ത് അക്ഷമയോടെ ഞാൻ മുൻവശത്തെ പടിയിൽ കാത്തിരുന്നു. അച്ഛൻ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞാൻ സമരം ചെയ്യും. ഒരു ഒത്തുതീർപ്പിനും ഞാനില്ല. 10ാം തരത്തിൻ്റെ മുക്കാലിൽ എത്തി നിൽക്കുന്ന എനിക്ക് ഇത്തവണ എന്തുതന്നെ സംഭവിച്ചാലും ടൂറ് പോയേ പറ്റൂ. 6ൽ പഠിക്കുമ്പോഴൊരു വൺ ഡേ ടൂറ് പോയതൊഴിച്ചാൽ സ്കൂളിൽ നിന്ന് എവിടേക്കും ഞാൻ പോയിട്ടില്ല. ഇത്തവണ വീഗാലാൻഡ് ഉൾപ്പെടെ പിന്നെയും സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. വെള്ളച്ചാട്ടവും മഞ്ഞുമൊക്കെ കൊണ്ടും കണ്ടും 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ എന്നാണ് ക്ലാസ് ടീച്ചർ പറഞ്ഞത്. താല്പര്യമുള്ളവർ 1000 രൂപയുമായി നാളെ പേര് കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് അമ്മയുടെ കാതുകളിലേക്ക് വിഷയമെത്തിച്ച് ഞാനിങ്ങനെ ചടഞ്ഞിരിക്കുന്നത്. എന്താടാ ഇവിടെ ഇരിക്കുന്നത്? മുറ്റത്തേക്ക് എത്തിയപ്പോഴേ അച്ഛൻ ചോദിച്ചു. ടൂറ് പോകാൻ 1000 രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. തരാമെന്നോ ഇല്ല എന്നോ അച്ഛൻ പറഞ്ഞില്ല. പകരം ഇതൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുക്കെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 സഞ്ചികൾ അച്ഛൻ എനിക്ക് തന്നു. എന്താണെന്ന് കൈകൾ കൊണ്ട് ഞെക്കി നോക്കിക്കൊണ്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. എന്താ അമ്മേ ഇതിൽ? സഞ്ചി കൊടുക്കുമ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു. അത് നിന്റെ അനിയത്തിക്കുള്ളതാടാ എന്ന് മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ. എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി തലയിലേക്ക് വീണ്ടും ഞാൻ എൻ്റെ ടൂറ് നിറച്ചു. പോകണമെന്ന് അത്രയ്ക്കും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനിരിക്കുന്ന അച്ഛനോട് വീണ്ടും 1000 രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞു. എപ്പോഴാണ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഈ മാസം 19-ന് മുൻപേ എന്നും മൊഴിഞ്ഞു. ഇനിയും 10 ദിവസമുണ്ടല്ലോ, നോക്കാം. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും പ്രതീക്ഷയോടെ ഞാൻ ആ യാത്രയെ ഓമനിച്ചു. ഉണർന്നിരിക്കുന്ന ഓരോ വേളയിലും കേട്ടറിഞ്ഞ വീഗാലാൻഡിലെ സാഹസിക നിമിഷങ്ങളിൽ ഞാൻ ത്രസിച്ചു നിന്നു. പിന്നീട് കടന്നുപോയ ദിവസങ്ങളിലെല്ലാം എനിക്ക് ഒരേ മുഖമായിരുന്നു. കൂട്ടുകാരെല്ലാം പേര് കൊടുത്തിട്ടും എനിക്കതിന് സാധിച്ചില്ല. അനിയത്തിയുടെ കാലിലെ പ്ലാസ്റ്റർ ഇളക്കാനുള്ള നാളും വരാറായി. അതിനുപോലും വണ്ടി വിളിച്ചു പോകാൻ പണമില്ലെന്ന് അമ്മ ഒരു നാൾ പറയുകയും ചെയ്തു. ഒരു ഹോട്ടൽ ജീവനക്കാരനായ അച്ഛനെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ലെന്ന് മനസ്സിലാക്കാനൊന്നും എനിക്കന്ന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നീ ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ടൂറ് പോകാൻ പറ്റാതെ ഇരിക്കുന്നതെന്ന് അനിയത്തിയോട് മിക്കപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു. 6ൽ പഠിക്കുന്ന ആ പാവത്തിൻ്റെ മുഖം അപ്പോൾ വീർത്തു വരും. അതുകൊണ്ട് എന്നെ കാണുമ്പോഴൊക്കെ അവളുടെ തലയിപ്പോൾ തിരിയാറാണ് പതിവ്. അങ്ങനെ 1000 രൂപ കൊടുത്ത് പേര് കൊടുക്കേണ്ട തീയതിയുടെ തലേനാളിലേക്കെത്തി. എല്ലാവരും കേൾക്കെ ഞാൻ എൻ്റെ തീരുമാനവും പറഞ്ഞു. ടൂറ് പോകാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കാനും പോകുന്നില്ല എന്ന് ശബ്ദിച്ച് അന്ന് ഞാൻ ഒന്നും കഴിച്ചില്ല. അനിയത്തിയുടെ കാലാണോ നിന്റെ കറക്കമാണോ വലുതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. വിങ്ങി നിന്ന എൻ്റെ കാതുകളിലേക്ക് അതൊന്നും എത്തിയില്ല. ഉറങ്ങുന്നത് വരെ ഞാൻ വാശിയിൽ തന്നെയായിരുന്നു. പിറ്റേന്ന് ഞാൻ ഉണരുമ്പോഴേക്കും അച്ഛൻ പോയിരുന്നു. സ്കൂളിൽ പോടാ എന്ന് പറഞ്ഞ് അമ്മ ഒച്ച വെച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഒരുങ്ങി. അപ്പോഴാണ് തലേനാളിലെ തീരുമാനം വീണ്ടും എൻ്റെ തലയിലേക്ക് കയറുന്നത്. ടൂറ് പോകാൻ പറ്റിയില്ലെങ്കിൽ സ്കൂളിലേക്കുമില്ലെന്ന് ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ് ഞാൻ ആ വാശിയിൽ തുടർന്നു. അത് കേട്ടപ്പോൾ നിനക്കുള്ള 1000 രൂപ നിന്റെ ബാഗിൻ്റെ അടിയിലുണ്ടെന്നായിരുന്നു അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അതൊരു സ്വപ്നം പോലെയാണ് എൻ്റെ കാതിൽ പതിഞ്ഞത്. സ്വയം നുള്ളി നോക്കുന്നത് പോലെ എൻ്റെ ബാഗ് ഞാൻ പൊക്കി നോക്കി. സ്വപ്നമല്ല, 100ഉം 50ഉം 10ഉമൊക്കെ ചേർന്ന് 1000 തികച്ചുമുണ്ട്. അനിയത്തിക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മയുടെ കവിളിൽ നുള്ളി ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചു.
കുളി കഴിഞ്ഞ് അരി പൊങ്ങിച്ചതും കഴിച്ചിറങ്ങുമ്പോഴാണ് ജയിച്ചത് നിന്റെ വാശിയല്ല എന്ന് അമ്മ പറഞ്ഞത്. ഏട്ടന് ടൂറ് പോകാൻ പറ്റിയില്ലെങ്കിൽ കാലിൻ്റെ പ്ലാസ്റ്റർ ഇളക്കാൻ ആശുപത്രിയിലേക്ക് വരില്ലെന്ന് അനിയത്തി വാശി പിടിച്ചുവത്രേ. കിടക്കയിൽ ചാരിയിരിക്കുന്ന അനിയത്തിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. അവൾ ചിരിക്കുന്നു. സന്തോഷമായില്ലേ ഏട്ടാ എന്ന് ചോദിക്കുന്നു. എന്തു പറയാൻ, ആ നിമിഷങ്ങളിൽ എനിക്ക് മിണ്ടാട്ടമുണ്ടായിരുന്നില്ല. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.